നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറേണ്ടിയിരുന്ന അത് മുൻ സർക്കാർ പുതുതായിട്ട് പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ച ഏറ്റവും വലിയ മുൻഗണനാ ധനസഹായ പദ്ധതികളിൽ ഒന്നായിട്ടുള്ള സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയെക്കുറിച്ചുള്ള വളരെ നിർണായകമായിട്ടുള്ള ചില പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലുണ്ടായ പൊതു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലങ്ങളും കർശനമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളും നിലവിൽ വന്നതിനെ തുടർന്നും പിന്നീട് മെയ് മാസത്തിൽ ധനവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായിട്ടുള്ള മുൻകൂർ അറിയിപ്പുകളോ വിശദീകരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാത്തതിനാലും തന്നെ ഈ പദ്ധതിയുടെ തുടർച്ചയായ 2 പ്രതിമാസ ഗഡുക്കൾ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാതെ പൂർണ്ണമായിട്ട് മുടങ്ങിപ്പോയ ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എന്തുകൊണ്ടാണ് തുക വരാത്തതെന്നും ഈ തുക ഇനി എന്നാണ് വിതരണം ചെയ്യുക എന്നതിനെക്കുറിച്ചുമൊക്കെ തന്നെ അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് ആളുകളാണ് ദിവസേന നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലുമൊക്കെ തന്നെ നിരന്തരമായിട്ട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുമായിട്ടും ധനവകുപ്പിലെ ജീവനക്കാരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങളും നിലവിലെ അവസ്ഥയും എന്താണെന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് അറിഞ്ഞ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പൊതുവെ ഒരു പുതിയ ഗവൺമെൻറ് ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ മുൻപ് നിലവിലിരുന്ന ജനക്ഷേമ പദ്ധതികളുടെയൊക്കെ തന്നെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നതിനോ തുക പുനഃക്രമീകരിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരം പദ്ധതികളൊക്കെ തന്നെ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നതിനോ ഒക്കെ തന്നെ ഇപ്പോൾ ഈ പുതിയ സർക്കാരിന് പൂർണ്ണമായ നിയമപരമായിട്ടുള്ള അധികാരമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി എന്നേക്കുമായിട്ട് നിർത്തലാക്കുമോ എന്ന കാര്യത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും കടുത്ത ആശങ്കകളും സംശയങ്ങളും നിലനിന്നിരുന്നു. എന്നാൽ അത്തരം ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ സൂചനകൾ പരിശോധിച്ചാൽ ഈ പദ്ധതി നിലവിൽ ഇപ്പോൾ യാതൊരു കാരണവശാലും നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം സംസ്ഥാനത്തുടനീളമുള്ള ഏകദേശം 16 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരും സ്ത്രീ ഗുണഭോക്താക്കളുമാണ് തങ്ങളുടെ ദൈനംദിന ജീവിത ചെലവുകൾക്ക് ഈ തുക ഉപകരിക്കുമെന്ന പ്രതീക്ഷയിൽ അക്ഷയ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലുമൊക്കെ തന്നെ കയറിയിറങ്ങി വളരെ പ്രയാസപ്പെട്ട് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകളും അതോടൊപ്പം തന്നെ അനുബന്ധ രേഖകളുമൊക്കെ തന്നെ കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടുള്ളത്. വളരെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനും കടുത്ത ഉദ്യോഗസ്ഥ പരിശോധനകൾക്കും ഒടുവിലാണ് ഭൂരിഭാഗം പേരുടെയും അപേക്ഷകൾ സിസ്റ്റത്തിൽ അപ്രൂവായി ഈ അർഹത ലിസ്റ്റിലേക്ക് വന്നതും എന്ന കാര്യം നമ്മളിവിടെ വിസ്മരിച്ചുകൂടാ. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തന്നെ പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം വന്നിരുന്നുവെങ്കിലും നവംബർ ഡിസംബർ മാസങ്ങൾ പിന്നിട്ട് ജനുവരി മാസത്തോടെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള പോർട്ടലുകളൊക്കെ തന്നെ പൂർണ്ണമായും സജ്ജമായതും നടപടികൾ ആരംഭിച്ചത്. അതിനുശേഷം ഈ അപേക്ഷകൾ ഓരോന്നായിട്ട് പരിശോധിച്ച് അർഹരായവരെ കണ്ടെത്തി അപ്രൂവൽ നൽകുന്നതിനും സിസ്റ്റത്തിൽ വലിയ രീതിയിലുള്ള കാലതാമസം നേരിട്ടിരുന്നുവെന്നതും യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒടുവിൽ എല്ലാ കടമ്പകളും ഇത്തരത്തിൽ കടന്ന് അപേക്ഷ അപ്രൂവായ എല്ലാ ഗുണഭോക്താക്കൾക്കുമാകട്ടെ പദ്ധതി ആരംഭിച്ചതിന് ശേഷം ഇതുവരെ വെറും 2 ഗഡുക്കൾ മാത്രമാണ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി കൃത്യമായിട്ട് കൈപ്പറ്റാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന ജൂൺ 19-ാം തീയതി നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ ഈ പദ്ധതിയെ ഗവൺമെൻറ് വളരെ ഗൗരവമായി തന്നെ പരിഗണിക്കുമെന്നും ധനവകുപ്പിൽ നിന്ന് ഇതിനാവശ്യമായ പ്രത്യേക ഫണ്ട് അലോക്കേഷനുകളൊക്കെ തന്നെ നടത്തി തുക കൃത്യമായിട്ട് അനുവദിക്കുമെന്നുള്ള വലിയൊരു ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഈ ഒരു ക്ഷേമ പദ്ധതിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതകളെയും അതോടൊപ്പം തന്നെ മാനദണ്ഡങ്ങളെയും കുറിച്ച് നമ്മൾ വീണ്ടും ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 35-ാം വയസ്സ് മുതൽ ഈ പദ്ധതിയുടെ ഭാഗമാകാനും അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ ചേരുന്ന അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ 60 വയസ്സ് വരെയാണ് ഈ പ്രതിമാസ ധനസഹായ ആനുകൂല്യം തടസ്സമില്ലാതെ തുടർച്ചയായിട്ട് ലഭിക്കുക എന്നതും 60 വയസ്സ് തികയുന്നതോടുകൂടി സർക്കാർ നൽകുന്ന മറ്റ് വാർദ്ധക്യകാല പെൻഷൻ പദ്ധതികളിലേക്കോ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളിലേക്കോ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് മാറുന്നതിനുള്ള കൃത്യമായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുമെന്നുമാണ് ഇതിൽ അറിയിച്ചിരിക്കുന്നത്. 60 വയസ്സ് തികയുന്നതോടുകൂടി സർക്കാർ നൽകുന്ന മറ്റ് വാർദ്ധക്യകാല പെൻഷൻ പദ്ധതികളിലേക്കോ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളിലേക്കോ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് മാറുന്നതിനുള്ള കൃത്യമായ അവസരം ഉണ്ടായിരിക്കുന്നതുമാണ്. കാരണം ഈ പദ്ധതിയുടെ നിയമപ്രകാരം പരമാവധി 60 വയസ്സ് വരെയുള്ള പ്രായപരിധിയിൽ ഉള്ളവർക്ക് മാത്രമാണ് ഇതിൻ്റെ സാമ്പത്തിക ധനസഹായം നേരിട്ട് ലഭ്യമാവുക. തുടക്കത്തിലാകട്ടെ BPL വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകൾക്ക് മാത്രം മുൻഗണന നൽകിക്കൊണ്ട് രൂപകൽപ്പന ചെയ്ത ഈ പദ്ധതിയിലൂടെ ഏകദേശം 30 ലക്ഷത്തോളം അർഹരായിട്ടുള്ള സ്ത്രീകളെയാണ് സർക്കാർ ഇതിൽ ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും നിലവിലത്തെ കണക്കുകളൊക്കെ പ്രകാരം 18 ലക്ഷത്തോളം ആളുകളാണ് അപേക്ഷകളൊക്കെ തന്നെ വിജയകരമായിട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്നതിനാൽ തന്നെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ സ്ത്രീ ഗുണഭോക്താക്കളും ഈ പ്രായപരിധി സംബന്ധിച്ച കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കെല്ലാവർക്കും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിലെ കുടിശ്ശിക വന്നിട്ടുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ തുക എപ്പോൾ വിതരണം ചെയ്യും എന്നതിനെക്കുറിച്ചാണ്. ഇത് ഈ വരുന്ന സംസ്ഥാന ബജറ്റിന് മുൻപ് വിതരണം ചെയ്യുമോ അതോ ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ അന്തിമ തീരുമാനങ്ങൾക്കായിട്ട് കൃത്യമായ പരിശോധനകൾ നടന്നു വരുന്ന ബജറ്റ് സമ്മേളനത്തിന് മുൻപായി തന്നെ മുടങ്ങിക്കിടക്കുന്ന തുകയിൽ ഒരു ഗഡുവെങ്കിലും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിക്കാനായിട്ട് സാധിക്കുമോ എന്നാണ് ധനവകുപ്പ് ഇപ്പോൾ നോക്കുന്നത്. കാരണം ഈ പദ്ധതിക്കായി മുൻപ് തന്നെ ഔദ്യോഗിക ഉത്തരവുകൾ ഇറങ്ങിയിട്ടുള്ളതിനാൽ തന്നെ തുക കൈമാറുന്നതിന് പ്രത്യേക നിയമ തടസ്സങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ലെന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.
അതുമാത്രമല്ല ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യം അത് നിലവിലെ BPL വിഭാഗത്തിനും പുറമെയായിട്ട് സാധാരണക്കാരായിട്ടുള്ള APL വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്ക് കൂടി ലഭ്യമാക്കണമെന്ന ആവശ്യവും അവർക്ക് കൂടി അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്ന രീതിയിൽ പദ്ധതിയുടെ നിലവിലെ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങളിലൊക്കെ തന്നെ ഇളവുകൾ വരുത്തണമെന്നുള്ള നിരവധി ശുപാർശകൾ സർക്കാരിന് മുന്നിൽ ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സോ ഇത്തരം നിർണായകമായ നിർദ്ദേശങ്ങൾ മാനദണ്ഡങ്ങളിലെ ഭേദഗതികളും സംസ്ഥാന സർക്കാർ പൂർണ്ണമായിട്ട് പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളുടെയൊക്കെ തന്നെ വ്യക്തമായ ഒരു ചിത്രം വരാൻ പോകുന്ന ജൂൺ 19-ാം തീയതിയിലെ സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ മാത്രമേ നമുക്ക് ഔദ്യോഗികമായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ബജറ്റ് അവതരണത്തിന് ഇനി ഏകദേശം 3 ആഴ്ചത്തോളം നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ടെങ്കിലും അതിന് മുൻപ് തന്നെ സാധാരണക്കാരുടെ കഷ്ടപ്പാടുകൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു ഗഡു തുകയെങ്കിലും വിതരണം ചെയ്തേക്കുമെന്നുള്ള പ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ടുകളും സമാന്തരമായിട്ട് പുറത്തു വരുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ബന്ധപ്പെട്ട ധനവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ ഈ ക്ഷേമ പദ്ധതിയുടെ തുക വിതരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച മറ്റ് എന്തെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളോ ഉത്തരവുകളോ ലഭിക്കുകയാണെങ്കിൽ അതൊട്ടും വൈകാതെ തന്നെ കൃത്യതയോടുകൂടി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനക്ഷേമ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.